തൊടുപുഴയിൽ ആര് മത്സരിക്കുമെന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പി.ജെ. ജോസഫ്. മകൻ അപ്പു ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വം തള്ളാതെ പി.ജെ. ജോസഫ്. അപ്പു ജോസഫ് മത്സരിക്കുന്ന കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെന്നും പി.ജെ. ജോസഫ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് കേരളം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സജീവമായി തന്നെ കളത്തിലുണ്ട്. മുൻ മന്ത്രിയും തൊടുപുഴയുടെ MLA-യുമായ പി.ജെ. ജോസഫ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. മോഹൻ ജോസഫ് ഒപ്പമുണ്ട്. എന്താണ് കേരള കോൺഗ്രസിൻ്റെ ഒരു സ്ട്രാറ്റജി? ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്താനായിട്ട് മുന്നോട്ട് വന്നു. പാർട്ടിയെ ശക്തിപ്പെടുത്തണം. കേരളത്തിലെ ഒരു പുതിയ അന്തരീക്ഷം ഉണ്ടാകണം. അഴിമതിരഹിതമായൊരു ഭരണം ഉണ്ടാകണം. ഒറ്റക്കെട്ടായി ജനാധിപത്യം വിജയിപ്പിക്കാൻ വേണ്ടി നീങ്ങണം. കേരള കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിലെല്ലാം ഇത്തവണയും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള വെച്ചുമാറ്റ ചർച്ചകളൊക്കെ നടക്കുന്നു? ഒരു ചർച്ചയും തുടങ്ങിയിട്ടില്ല. എന്തായാലും PTക്കെതിരെയുള്ള ഒരു വീഴ്ച ഒഴികെ ബാക്കി തുടർച്ചയായ വിജയങ്ങളാണ്, അതും വൻ വിജയങ്ങളാണ്. ഇത്തവണയും തൊടുപുഴയെ പ്രതിനിധീകരിക്കാൻ PJ ഉണ്ടാവും? അത് ഞങ്ങൾ കൂട്ടായി ആലോചിച്ച് ചെയ്യും. ഈ അബു ജോസഫ് മത്സരിക്കും എന്നുള്ള തരത്തിൽ ചില ചർച്ചകളൊക്കെ ഇങ്ങനെ സജീവമായ ആളുകൾക്കിടയിൽ നടക്കുന്നുണ്ട്, സമൂഹ മാധ്യമങ്ങളിലൊക്കെ. ആ കാര്യത്തിലേക്ക് എന്തെങ്കിലും തീരുമാനം? അല്ല, ഞങ്ങളെല്ലാം കൂട്ടായി ആലോചിച്ച് ചെയ്യുള്ളൂ. ഈ മുന്നണി വിപുലീകരണ ചർച്ചകളിൽ ജോസ് കെ മാണിയുടെ വരവിനെ പറ്റിയുള്ള ആലോചനകളൊക്കെ നടക്കുന്നില്ല? ഇതുവരെ നടന്നിട്ടില്ല. വന്നാൽ സ്വീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? അല്ല, ചർച്ചയില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടത് ചർച്ചയിൽ വരുവാണെങ്കിൽ മാത്രമല്ലേ അത് ആലോചിക്കുന്നുള്ളൂ. നിലവിൽ അങ്ങനെ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. തൊടുപുഴയിൽ ആര് മത്സരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയിലേക്ക് വരാനിരിക്കുന്നേയുള്ളൂ. വിശദാംശങ്ങൾ എന്താണ് സ്റ്റെഫൻ? മോത്തി, UDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം ഏതാണ്, അല്ലെങ്കിൽ അതിൽ പ്രധാന പട്ടികയിലുള്ളൊരു മണ്ഡലം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത്തെ ഒരു പേര് ഒരു പക്ഷേ തൊടുപുഴയുടേത് ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇടത് ഒരു തരംഗം ആഞ്ഞു വീശിയപ്പോഴും 20,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അവിടെ PJ ജോസഫിന് തൊടുപുഴക്കാർ നൽകിയത്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായൊരു മണ്ഡലമാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച ഒരു മുന്നേറ്റം UDF-ന് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു വളരെയധികം ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം. PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചില പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, അവശതകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും സജീവമായി അദ്ദേഹവും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായി നിലനിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. പ്രത്യേകിച്ചും എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം സജീവമായി പങ്കെടുക്കുന്നു. ഈ കോൺഗ്രസിൻ്റെ ഒരു പൊതുവികാരം അല്ലെങ്കിൽ UDF-ൻ്റെ ഒരു പൊതുവികാരം റെക്കോർഡ് ഭൂരിപക്ഷം ഇക്കുറിയും തൊടുപുഴയിൽ നേടുക എന്നതും തന്നെയാണ്. അതിന് തന്നെയാണ് ഏറ്റവും പ്രധാനമായി UDF ലക്ഷ്യം വയ്ക്കുന്നത്. ഒരുപക്ഷെ PJ ജോസഫിൻ്റെ മകൻ അബു ജോൺ ജോസഫ് അവിടെ സ്ഥാനാർത്ഥിയായി വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിലും ആ ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കുമെന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം UDF നേതാക്കളൊക്കെ ഇപ്പോഴേ കോൺഗ്രസ് നേതാക്കളൊക്കെ പരസ്യമായി തന്നെ പറഞ്ഞ ഒരു സ്ഥിതിയുമുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഏതായാലും നിലവിൽ തൊടുപുഴ ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്തിമ തീരുമാനം ആര് സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ ഇനി ഏതായാലും പാർട്ടി നേതൃത്വമെല്ലാം തീരുമാനിക്കും. വരുന്ന ദിവസങ്ങളിലെല്ലാം അത് സംബന്ധിച്ചുള്ള നേതൃയോഗങ്ങൾ നടക്കാനിരിക്കുകയാണ്. അബു ജോൺ ജോസഫ് ഒരുപക്ഷെ അവിടെ സ്ഥാനാർത്ഥിയായി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മക്കൾ രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് പ്രവർത്തിച്ച് മുന്നേറാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിനുമുണ്ട്. കാരണം കുറേ നാളുകളായി, വർഷങ്ങളായി ഏതായാലും തട്ടിൽ കേരള കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി അബു ജോൺ ജോസഫ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അങ്ങനെ പെട്ടെന്നൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമൊന്നും തന്നെ പാർട്ടിക്കും തൊടുപുഴയ്ക്കും ഇല്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി തൊടുപുഴയിൽ നിലനിൽക്കുകയാണ്. ഏതായാലും ഒരു മികച്ച മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അബു ജോൺ ജോസഫ് ആണെങ്കിലും PJ ജോസഫ് ആണെങ്കിലും എന്നുള്ള ഒരു സ്ഥിതി തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പാർട്ടിക്കുള്ളിലും അബു വരണം എന്നൊരു വിഭാഗത്തിന് ആഗ്രഹം ഉണ്ട്. ശരി, സ്റ്റെഫനാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. തൊടുപുഴയിൽ ആര് മത്സരിക്കുമെന്ന കാര്യവുമായി ബന്ധപ്പെട്ടാണ്.